നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ്, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് അഥവാ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ, ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മൊത്തം നോക്കിയില്ല, കുറച്ച് അതിൽ എ ഡി ഇ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് കെ ആണ്. പിന്നെ മറ്റേത് നമ്മൾ നോക്കിയില്ല, അതായത് ബിയും സിയും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി കെയിലേക്കാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് കെ നോക്കാം, അടുത്തത് കെ നോക്കാം. പിന്നെ നമുക്ക് ബിയിൽ നമുക്ക് ബി കോംപ്ലക്സുകളാണ് നോക്കാം. ബി കോംപ്ലക്സ് നമുക്ക് അവസാനം നോക്കാം. അതങ്ങനെ പൊതുവെ ചോദിക്കാറില്ല, എന്നാലും നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു വിറ്റാമിനാണ് ബി കോംപ്ലക്സ് വിറ്റാമിൻസ്. അപ്പോൾ നമുക്ക് വൈറ്റമിൻ കെ നോക്കാം. വൈറ്റമിൻ കെൻ്റെ കാര്യങ്ങളും അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളും എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ വൈറ്റമിൻ കെയിലേക്കാണ് ജീവകം കെ. ഓക്കെ, ജീവകം കെൻ്റെ രാസനാമം അല്ലെങ്കിൽ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലോക്വിനോൺ ആണ്. ഫില്ലോക്വിനോൺ അതിന് നമുക്കൊരു കോഡ് പറയാം, സിമ്പിൾ കോഡാണ്, ഇതിൻ്റെ കോഡാണ്. അതായത് നമ്മൾ രാത്രി കിടക്കാനൊക്കെ പോകും, നമ്മൾ ഭക്ഷണം കഴിച്ച് ടോയ്ലറ്റിലേക്ക് പോയി നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകും. ഈ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ തലോണ അല്ലെങ്കിൽ പില്ലോ നമ്മുടെ ഒരു കെ ഷേപ്പിലുള്ള പില്ലോ എന്ന് ഓർത്താൽ മതി. അതായിരിക്കും എല്ലാവർക്കും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ പില്ലോ കെ ഷേപ്പിലുള്ള പില്ലോ. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്തേക്കാം? ഫില്ലോക്വിനോൺ അല്ലെങ്കിൽ പില്ലോക്വിനോൺ എന്ന് പഠിച്ചേക്കാം. യഥാർത്ഥമായിട്ട് അതിൻ്റെ പേര് ഫില്ലോക്വിനോൺ എന്നാണ്. നമ്മൾ പില്ലോക്വിനോൺ എന്ന് പഠിക്കാൻ എളുപ്പത്തിന് പഠിച്ചേക്കാം, പില്ലോക്വിനോൺ. അപ്പോൾ നമ്മൾ കിട്ടി, അത് വൈറ്റമിൻ കെൻ്റെ രാസനാമം ഫില്ലോക്വിനോൺ എന്നുള്ളത് കിട്ടി. ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്, പോയിന്റ്സ് ഒക്കെ നോക്കുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ്. നമുക്കൊരു മുറിവൊക്കെ ഉണ്ടാവുകയാണ്, ഒരു എന്തെങ്കിലും കട്ടിങ്ങോ ഇതൊക്കെ സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ സമയത്തോ ഒക്കെ നമുക്ക് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവില്ലോ, ഓപ്പറേഷൻ ചെറിയ കട്ടിങ്ങൊക്കെ ഉണ്ടാവില്ലോ. അപ്പോൾ അതിന് ഓപ്പറേഷൻ സമയത്തൊക്കെ അതിൻ്റെതായ മരുന്നുകളുണ്ട്. അല്ലാതെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഉണങ്ങാൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട ഒരു ജീവകമാണ്, ആവശ്യത്തിന് ഉണ്ടാവേണ്ട ജീവകം കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ്. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത അഡ്വാൻറ്റേജ് നോക്കാം. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നു. അതായത് വൈറ്റമിൻ കെൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അത് നമ്മൾ ഓർത്തിരിക്കണം, അത് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഇനി അടുത്ത് നമുക്ക് നോക്കാം, കുടലിലെ ബാക്ടീരിയയെ നിർമ്മിക്കുന്ന വൈറ്റമിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈറ്റമിൻ നമ്മുടെ കുടലിലേക്ക് പ്രത്യേക തരം ബാക്ടീരിയ ഉണ്ട്. ദഹന പ്രക്രിയയ്ക്ക് വേണ്ടിയും അല്ല നല്ല ബാക്ടീരിയ, ചീത്ത ബാക്ടീരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ നിർമ്മിക്കുന്നത് കോളൈന്ന് കേട്ടില്ലേ, എസ്തെലീഷ്യ കോളൈ എന്നാണ്. കോളൈൻ്റെ ഫുൾ ഫോം എന്ന് ഓർത്ത് വെച്ചു, എസ്തെലീഷ്യ കോളൈ. ഇത് ചോദിക്കാറില്ല, കോളൈൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ കുറച്ചായിട്ട് കാണാറില്ല, എന്നാലും പൊതുവെ കാണാറുള്ള ഒരു സംഭവമാണ് കോളൈൻ്റെ ഫുൾ ഫോം എന്നാണ്. അത് പൂർണ്ണരൂപം. കോളൈൻ്റെ പൂർണ്ണരൂപമാണ് എസ്തെലീഷ്യ കോളൈ. അതാണ് ഈ പറയുന്നത് കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻ കെ ആണ്, അഥവാ ജീവകം കെ ആണ് കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ലോക ഹീമോഫീലിയ ദിനം. ലോക ഹീമോഫീലിയ ദിനം എന്ന് വെച്ചാൽ ഏപ്രിൽ 17. ഇങ്ങനത്തെ ദിനങ്ങളൊക്കെ പൊതുവെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ക്ഷയരോഗ ദിനം March 24, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ. ഇപ്പോൾ നാടക ദിനം March 27. അങ്ങനത്തെ ദിനങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലോക ഹീമോഫീലിയ ദിനമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഏപ്രിൽ 17 എന്നാണ്. ഏപ്രിൽ 17. അടുത്താണ് ജീവകം കെയുടെ അപര്യാപ്ത രോഗം. ജീവകം കെയുടെ അപര്യാപ്ത രോഗമാണ് ഹീമോഫീലിയ. ഈ ജീവകം കെയുടെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആന്റി കോയാഗുലന്റ് വിറ്റമിൻ, ആന്റി ഹെമറേജിക് വിറ്റാമിൻ എന്നൊക്കെ കുറേ പേരുണ്ട്. ആന്റി കോയാഗുലന്റ് എന്നുള്ളതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ആന്റി കോയാഗുലന്റ് വിറ്റാമിൻ എന്ന് എപ്പോഴും ഇതിൻ്റെ ഒരു പേര് പറയാറുണ്ട്. എക്സാംസിലൊക്കെ ഏതാണ് ആന്റി കോയാഗുലന്റ് വിറ്റാമിൻ എന്ന് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ വിറ്റാമിൻ കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് കാന്ന് വിളിച്ചാൽ മതി. ക്യാബേജ്, ചീര, കോളിഫ്ലവർ. അങ്ങനെ അല്ലെങ്കിൽ കാച്ചിക്കാന്ന് വിളിച്ചാൽ മതി. കാച്ചിക്കാന്ന് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം എല്ലാവർക്കും. അതായത് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ഒന്നുകൂടെ ഞാൻ പറയാം, ക്യാബേജ്, ചീര, കോളിഫ്ലവർ. കാച്ചിക്കാന്ന് വിളിച്ചേക്കാം. വിറ്റാമിൻ കെ ലഭിക്കുന്ന വർണ്ണവസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാച്ചിക്കാന്ന് വിളിച്ചാൽ മതി. ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ഏതാണ്? ക്യാബേജ്, ചീര, കോളിഫ്ലവർ. അതൊക്കെയാണ് വിറ്റാമിൻ കെൻ്റെ നമ്മൾ പറഞ്ഞൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. ഇതിനപ്പുറം ഒരു പോയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഫില്ലോക്വിനോണിന്റെ പോയിന്റ് എപ്പോഴും ഓർമ്മിക്കണം. പിന്നെ രക്തം കട്ട പിടിക്കുന്ന പോയിന്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റാണ്. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഹീമോഫീലിയ ദിനം. പിന്നെ ഇത് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ഇനി അടുത്തതാണ് നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്നതൊക്കെ നോക്കി ജലത്തിൽ ലയിക്കുന്ന WBC നമ്മളൊരു കോഡ് പറയുമ്പോൾ, അതായത് ബിയും സിയും ജലത്തിൽ ലയിക്കുന്നതാണ്. ഈ ജലത്തിൽ ലയിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനോട് കണക്ട് ചെയ്തൊരു പോയിന്റ് പറയാൻ പറ്റും, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വിറ്റാമിൻസ്. അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയും സിയും ആണ്. അതൊന്നും ഓർത്ത് വെച്ചോ, ജലത്തിൽ ലയിക്കുന്ന ബി സി ആണ്, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വിറ്റാമിൻ ബി സി ആണ്. ഇനി നമുക്ക് വിറ്റാമിൻ സിനെ നോക്കാം. വിറ്റാമിൻ സിയുടെ കെമിക്കൽ നെയിമാണ് അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ കെമിക്കൽ നെയിം എന്താണെന്ന് വെച്ചാൽ അത് അസ്കോർബിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ് അഥവാ വിറ്റാമിൻ സി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കൾ പ്രധാനമായിട്ടും സിട്രസ് ഫ്രൂട്ട്സ് ആണ്. അതായത് ഈ പുളി രുചിയുള്ള ഫ്രൂട്ട്സിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും ഈ വിറ്റാമിൻ സി ഉള്ള ഭക്ഷ്യവസ്തുക്കൾ. അതാണ്, അതായത്
പുളി രുചിയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് വിറ്റാമിൻ സി ലഭിക്കാറുള്ളത്. അത് നമുക്ക് നോക്കാം. അതിന്റെ പോയിന്റ്സ് നമുക്ക് നോക്കാം. ആദ്യ ആർട്ടിഫിഷ്യൽ വിറ്റാമിനാണ് വിറ്റാമിൻ സി. ആദ്യമായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട വിറ്റാമിനാണ് വിറ്റാമിൻ സി. പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്ന വിറ്റാമിൻ, അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിച്ചതൊന്നുമല്ല, സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആദ്യമായി തന്നെ ഉണ്ടായിരുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ്. എന്നാൽ ആദ്യ ആർട്ടിഫിഷ്യൽ വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ അത് വിറ്റാമിൻ സി ആണ്. അത് ഓർത്ത് വെച്ചേക്കാൻ നല്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള നല്ല ടോപ്പ് ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തത്, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ അല്ലെങ്കിൽ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ജീവകം സി. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വിറ്റാമിനാണ് അല്ലെങ്കിൽ ജീവകമാണ് ജീവകം സി. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് സിട്രസ് ഫ്രൂട്ട്സിൽ നിന്ന് ലഭിക്കുന്നു. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഓറഞ്ച് ഒക്കെ സിട്രസ് ആണല്ലോ, അങ്ങനത്തെ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ നെല്ലിക്കയിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് വിറ്റാമിൻ സി. പിന്നെ അതിന്റെ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ നഷ്ടപ്പെടുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. നമ്മളൊരു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചൂടാക്കി കഴിയുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതെന്ന് വെച്ചാൽ വിറ്റാമിൻ സി ആണ്. പിന്നെ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗം ഏതെന്ന് വെച്ചാൽ സ്കർവിയാണ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗം ഏതെന്ന് വെച്ചാൽ സ്കർവിയാണ്. ഓക്കെ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് വെച്ചാൽ അതും സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് വെച്ചാൽ അതും സ്കർവിയാണ്.